ഹലോ നമസ്കാരം. എൻ്റെ പേര് മീനാക്ഷി എന്നാണ്. നിങ്ങൾ എന്നെ മീനു എന്ന് വിളിച്ചാൽ മതി. ആൻഡ് ഐ എം ഫ്രോം മാസ് മീഡിയ പ്രൊഡക്ഷൻസ്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്, കാരണം ഇത് എൻ്റെ ഫസ്റ്റ് ഫിലിം റിവ്യൂ ആണ്. ഞങ്ങളെല്ലാവരും ഇങ്ങനെ ഏതാണ് ഒരു മൂവിയുടെ ഇങ്ങനെ ഫസ്റ്റ് ഒരു മാസ് എൻട്രി വേണമല്ലോ ആദ്യം തരാനായിട്ട്. അപ്പോൾ ഏത് മൂവിയുടെ റിവ്യൂ പറയുക ഇങ്ങനെ ആലോചിച്ചിരിക്കാൻ നേരമാണ് ദേ പടച്ചവനെ വന്നെന്ന് പറഞ്ഞാൽ നമ്മുടെ ടിയാൻ. ഈ മൂവി തുടങ്ങുന്നത് തന്നെ നമ്മുടെ മരണമാസായ ലാലേട്ടൻ്റെ നരേഷനെ കൂടെയാണ്. ആൻഡ് ഈ നരേഷൻ കേൾക്കുമ്പോൾ തന്നെ നമ്മൾ ഈ മൂവിയെ പറ്റി ഒരുപാട് എക്സ്പെക്ട് ചെയ്യും. ആൻഡ് അതായത് ഈ ഒരു സിനിമയുടെ ആ ഒരു കാസ്റ്റ് ഡയറക്ഷൻ തന്നെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇതിനകത്ത് വരുന്നത് ഒരു വലിയ താരനിര തന്നെയാണ്. പൃഥ്വിരാജ്, ഇന്ദ്രജിത്ത്, മുരളി ഗോപി, അനന്യ എന്നിവരെ കൂടാതെ സുരാജ് വെഞ്ഞാറമൂട്, ഷൈൻ ടോം ചാക്കോ, അങ്ങനെ നിരവധി താരനിര ഈ ഒരു മൂവിയിൽ അണിനിരക്കുന്നുണ്ട്. പൃഥ്വിരാജിന്റെ റോൾ എന്ന് പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ 2 ലൈഫ്സ് കാണിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു ഫാമിലി ലൈഫും അദ്ദേഹത്തിന്റെ പാസ്റ്റും കാണിക്കുന്നുണ്ട്. പിന്നീട് അദ്ദേഹം ഒരുപാട് പ്രോബ്ലംസ് ഒക്കെ ഇങ്ങനെ കഴിഞ്ഞ് വന്നിട്ട് അദ്ദേഹത്തിന്റെ ഒരു ആത്മീയമായ ഒരു ലൈഫ് രീതിയുണ്ട്, അതും കാണിക്കുന്നുണ്ട്. അങ്ങനത്തെ ഒരു ലൈഫിലാണ് ഇന്ദ്രജിത്തിനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് പൃഥ്വിരാജ് വരുന്നത്. ഞാൻ മൊത്തം പറയുന്നില്ല, നിങ്ങൾ ആ മൂവി കാണുമ്പോൾ മനസ്സിലാവും. ഞാനിപ്പോൾ മൊത്തം പറഞ്ഞ് കഥ പറഞ്ഞു പോവുകയാണ്. ടിയാൻ എന്ന് പറയുന്ന മൂവി ഒരു ക്ലാസ് പ്ലസ് മാസ് മൂവിയാണ്. ഈ ക്ലാസ് എലമെന്റ്സിനോടൊപ്പം അതിൻ്റെ കൂടെ നമുക്ക് കൊമേഴ്ഷ്യൽ എലമെന്റ്സും തരുന്നുണ്ട്. ആ ഒരു എൻട്രി സീൻ കാണുമ്പോൾ തന്നെ നമുക്ക് പുള്ളിയുടെ ആ ഒരു ക്യാരക്ടർ ഡെപ്ത് നമുക്ക് കിട്ടുന്നുണ്ട്. സോ അതിൻ്റെ പുറകിൽ ഒരുപാട് കൊമേഴ്ഷ്യൽ എലമെന്റ്സ് വരുന്നുണ്ട്. ബട്ട് രണ്ടും മരണമാസമാണ്. ഈ ടിയാൻ എന്ന് പറയുന്ന മൂവിയുടെ ഒരു ഇതിവൃത്തം എന്ന് പറയുന്നത് ഒരു സോഷ്യൽ പൊളിറ്റിക്കൽ സംഭവങ്ങളുമായിട്ട് ലീഡ് ചെയ്ത് പോവുകയാണ്. അതായത് ഈ UP-യിൽ അവിടെ ആയിട്ടാണ് കഥ നടക്കുന്നത്. അവിടെ ഇങ്ങനെ നമ്മുടെ റിലീജിയനും പൊളിറ്റിക്സും കൂടെ മിക്സ് ചെയ്തിട്ടുണ്ടാകുന്ന ഒരുപാട് കോൺഫ്ലിക്ട്സ് ആണ് ഈ മൂവി നമ്മളുടെ മുമ്പിലേക്ക് ഇട്ട് തരുന്നത്. ഒരു സിനിമ കണ്ട് നമ്മൾ ഇറങ്ങുന്ന ഒരു ഓഡിയൻ്റെ ഉള്ളിലേക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് റേസ് ചെയ്യുന്നുണ്ടാവും. അതായത് നമ്മളിപ്പോൾ സമൂഹത്തിൽ നമ്മുടെ ചുറ്റും കാണുന്ന എന്തൊക്കെ കാര്യങ്ങളെ വിശ്വസിക്കണം, എന്തൊക്കെ കാര്യങ്ങൾ വിശ്വസിക്കാൻ പാടില്ല, അങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ നമ്മുടെ ഉള്ളിൽ വരും. പക്ഷെ ചിലർക്ക് ഈ ചോദ്യങ്ങൾക്കൊക്കെ ഉള്ള ഒരു ഉത്തരവും കൂടെയാണ് ടിയാൻ എന്ന് പറയുന്ന മൂവി. റിലീജിയൻസ് ഒക്കെ ഒരുപാട് ഇൻവോൾവ് ആയിട്ടുള്ള ഒരു മൂവിയാണ്. പക്ഷെ ഒരു മതത്തെയും അവരങ്ങനെ ഹേർട്ട് ചെയ്യത്തക്ക വണ്ണമുള്ള ഒരു ഡയലോഗ്സും ആ മൂവിയിൽ ഇല്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു വലിയ സ്പെഷ്യൽ. ഡയറക്ടറും സ്ക്രിപ്റ്റ് റൈറ്ററും ഒരുപാട് റീതിങ്ക് ചെയ്തിട്ട് വേണം ഇതിൻ്റെ സ്ക്രിപ്റ്റ് റെഡിയാക്കാൻ. ബിക്കോസ് റിലീജിയനും പൊളിറ്റിക്സും ഒക്കെ വെച്ചിട്ടുള്ളൊരു കളിയാണേ. GN കൃഷ്ണകുമാറാണ് ടിയാനിൻ്റെ ഡയറക്ടർ. ഈ ഒരു മൂവി, അതായത് ഇത്ര ടഫായിട്ടുള്ള ഒരു എലമെൻറ്റ്, ഇത്രയും സ്റ്റാർസിനെ കൊണ്ടൊക്കെ ഇത്ര ബിഗ് ബഡ്ജറ്റിൽ ഒരു വലിയ മൂവി വളരെ റെസ്പോൺസിബിലിറ്റിയോട് കൂടി ചെയ്ത് നമുക്ക് എല്ലാവർക്കും ഒരു എക്സലൻ്റ് ഔട്ട്പുട്ട് തന്ന് നമ്മുടെ GN കൃഷ്ണകുമാർ സാറിൻ്റെ കരിയർ ബെസ്റ്റ് ആയിരിക്കും ഈ മൂവി എന്നതിൽ യാതൊരു സംശയവുമില്ല. ഈ സിനിമയുടെ സിനിമാറ്റോഗ്രഫി ചെയ്തിരിക്കുന്നത് സതീഷ് കുറുപ്പാണ്. നമ്മുടെ അൻവർ സിനിമയില്ലേ, അതിൻ്റെ സിനിമാറ്റോഗ്രാഫറാണ് അദ്ദേഹം. സാധാരണ ഒരു സിനിമയുടെ ഒരു മേക്കിങ്ങിലൊക്കെ അവർ ഒരു ഫെയർ ലൈറ്റൊക്കെയാണ് യൂസ് ചെയ്യാറ്. പക്ഷേ ഈ മൂവിക്ക് വേണ്ടിയിട്ട് അവർ ഇത്തിരി ഹാഷ് ലൈറ്റ് യൂസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഈ മൂവിയിൽ ചില സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ അൺനെസസറി ആയിട്ടുള്ള ക്യാമറ മൂമെൻറ്റ്സ് ഒക്കെ ഉണ്ടോ എന്ന് നമുക്കൊരു ഡൗട്ട് തോന്നും. അതിനോടൊപ്പം തന്നെ ചില നൈറ്റ്സ് വീക്കെൻഡ്സിലൊക്കെ ഇത്തിരി ലൈറ്റപ്പ് കൂടിപ്പോയോ, അങ്ങനെ ചെറിയ ഡൗട്ട്സ് ഇങ്ങനെ വേണ്ടായിരുന്നോ നമുക്ക് നമ്മുടെ ഉള്ളിൽ തോന്നും. പക്ഷേ എങ്കിലും ആ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് ആ സിനിമയുടെ ഒപ്പം അനുയോജ്യമായ ഒരു സിനിമോട്ടോഗ്രാഫിയും ലൈറ്റിങ്ങും ഒക്കെയാണ് ഈ മൂവിയുടെ നീളം യൂസ് ചെയ്തിരിക്കുന്നത്. മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഒരു വിഷ്വൽ ട്രീറ്റ് ആണ് ടിയാൻ. ദെൻ ഈ മൂവിയുടെ എഡിറ്റിംഗ് ചെയ്തിരിക്കുന്നത് ആരാന്നറിയോ? ലൂക്ക ചുപ്പി, പിന്നെ ആക്ഷൻ ഹീറോ ബിജു, ഇതിൻ്റെയൊക്കെ എഡിറ്ററായ മിസ്റ്റർ മനോജാണ് ടിയാൻ്റെയും എഡിറ്റർ. ഈ സിനിമയുടെ ഫസ്റ്റ് ഹാഫിലുണ്ടല്ലോ, ഇത് ഭയങ്കര ഒരു സ്ലോ പേസിൽ പോകുന്ന ഒരു ടൈപ്പ് ഓഫ് എഡിറ്റിംഗ് ആണ് വന്നിരിക്കുന്നത്. സെക്കൻഡ് പാർട്ടിലേക്ക് കടക്കുമ്പോൾ വളരെ ഒരു ഫാസ്റ്റ് കട്ട്സ് ആണ് പോകുന്നത്. ആക്ഷൻ സീൻസിലൊക്കെ വരുന്ന പഞ്ചസൊക്കെ ഇല്ലേ, ശരിക്കും അത് നമുക്ക് ഫീൽ ചെയ്യുന്നത് പോലെ തോന്നും. ടിയാൻ മൊത്തത്തിൽ എടുത്ത് നോക്കുകയാണെങ്കിൽ പ്രോമിനൻ്റ് ആയിട്ട് നിൽക്കുന്ന എന്താണെന്നറിയോ? ഡെഫിനറ്റ്ലി ഇതിൻ്റെ സ്ക്രിപ്റ്റ് തന്നെയാണ്. നമ്മുടെ മുരളി ഗോപി സാറാണ് ഇതിൻ്റെ സ്ക്രിപ്റ്റും ഡയലോഗ്സും ഒക്കെ ചെയ്തിരിക്കുന്നത്. സോ ഈ മൂവി കാണുമ്പോൾ മൊത്തം നമ്മളിങ്ങനെ എന്താ പറയുക, ആ ഒരു ആൻറ്റിസിപ്പേഷനോടും ആക്സൈറ്റിയോട് കൂടിയൊക്കെ ഇങ്ങനെ കാണണമെങ്കിൽ തീർച്ചയായും ആ മൂവിക്ക് വളരെ ഒരു ബാക്ക് ബോൺ ആയിട്ട് അതിൻ്റെ സ്ക്രിപ്റ്റ് തന്നെ വേണം. അങ്ങനെ നമ്മളെയൊക്കെ ഇങ്ങനെ മുൾമുനയിൽ നിർത്തുന്ന സ്ക്രിപ്റ്റും ഡയലോഗ്സും ഒക്കെയാണ് ടിയാനിലുടനീളമുള്ളത്. സോ ഇങ്ങനെയൊരു സ്ക്രിപ്റ്റും കഥയും ഇങ്ങനൊരു നല്ല സോഷ്യൽ മെസ്സേജും ഒക്കെ കൊണ്ടുവന്നതിന് മുരളി ഗോപി സാറിന്
ഹാറ്റ്സ് ഓഫ്. നമ്മുടെ ഈ യുവത്വത്തിൻ്റെ ഒക്കെ ഇടയിൽ ഹരമാകുന്ന മ്യൂസിക് ഇങ്ങനെ കമ്പോസ് ചെയ്യുന്ന ഒരു വെൽ നോൺ മ്യൂസിക് ഡയറക്ടറാണ് ഗോപി സുന്ദർ. ആൻഡ് അദ്ദേഹം തന്നെയാണ് ടിയാൻ മൂവിയുടെ മ്യൂസിക് ഡയറക്ടറും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും ഒക്കെ ചെയ്തിരിക്കുന്നത്. ഈ മൂവിയിലെ ഇമോഷൻസ് ഒക്കെ ഒട്ടും ചോർന്നു പോകാത്ത തക്ക വിധമാണ് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ വരുന്നത്. ആൻഡ് ഞാൻ ഈ ടിയാൻ എന്ന് പറയുന്ന മൂവി കണ്ട് തിയേറ്ററിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ കുറേ പേരൊക്കെ ഞാനിങ്ങനെ പറയുന്നത് കേട്ടോ, ഒരു എന്നാ പടം പോലെ. ആൻഡ് വേറെ ചില സാധാരണക്കാരും കുട്ടികളും ഒക്കെ പറയുന്നത് കേട്ടു, എടാ നിനക്കൊന്നും മനസ്സിലായോ, എനിക്കൊന്നും മനസ്സിലായില്ല കേട്ടോ, അങ്ങനെ പറയുന്നത്. അതുകൊണ്ട് ഡിഫറെൻറ്റ് ഒപ്പീനിയൻസ് ഒക്കെ ഈ സിനിമയിൽ നമ്മൾ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഗ്രഹിക്കണമെന്നില്ല. ഒരു പേഴ്സണൽ അഭിപ്രായം ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഡെഫിനറ്റ് ആയിട്ടും പറയും, നിങ്ങളെല്ലാവരും ടിയാൻ എന്ന് പറയുന്ന ഈ മൂവി നിങ്ങൾ അടുത്തുള്ള തിയേറ്ററിൽ പോയിട്ട് എന്തായാലും കണ്ടിരിക്കേണ്ടതാണ്. ഇതൊരു സോഷ്യൽ മെസ്സേജ് നമുക്ക് തരുന്ന ഒരു മൂവിയാണ്. കാരണം ആസ് ഐ ടോൾഡ് ബിഫോർ, നമുക്ക് ഒരുപാട് ചിന്തിക്കാനുള്ള ഒരു ബ്രെയിൻ ഫുഡ് കൂടിയാണ് ടിയാൻ എന്ന് പറയുന്ന ഈ ചിത്രം. ഓക്കെ, അപ്പോൾ ഇറ്റ്സ് ടൈം ടു ബ്രിങ് ഡൗൺ ദ കർട്ടൻസ്. നമ്മുടെ ആദ്യത്തെ ദിവസത്തെ റിവ്യൂ സെഷൻ ദാ ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ ആദ്യത്തെ ദിവസം ആയതുകൊണ്ട് എന്തെങ്കിലും തെറ്റോ ഇങ്ങനെ കുറ്റമോ കുറവുകളോ ഒക്കെ ഉണ്ടെങ്കിൽ ഒട്ടും മടിക്കേണ്ട. ഞാൻ നിങ്ങളുടെ മീനു ആണ്. നിങ്ങൾക്ക് ധൈര്യമായി താഴെ കമൻറ്റ് ചെയ്യാം. സോ ഡു വാച്ച്, സപ്പോർട്ട് ആൻഡ് സബ്സ്ക്രൈബേഴ്സ്. ദിസ് ഇസ് മീ മിനു സൈനിങ് ഓഫ്. ഇനിയും ഒരുപാട് പുതിയ ചിത്രങ്ങളുടെ റിവ്യൂ സെഷൻസുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ പിന്നെ താങ്ക് യു ഫോർ വാച്ചിങ്.